പലരുടെയും പരാതിയാണ്, ജീവിതത്തിൽ എങ്ങനെയായാലും എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ജീവിതത്തിൽ സന്തോഷം എന്നത് പറഞ്ഞിട്ടേയില്ല. ഞാനൊന്ന് പറയട്ടെ, സന്തോഷം അത് മറ്റാരും തരേണ്ട ഒന്നല്ല, നമ്മൾ തന്നെ കണ്ടെത്തേണ്ട ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തില്ല എന്ന് നമ്മൾ തിരയുന്നതിന് പകരം എന്തുണ്ട് എന്ന് കണ്ടെത്താൻ തയ്യാറാണെങ്കിൽ നമുക്കും സന്തോഷിക്കുവാൻ കഴിയും. നമ്മുടെ സാഹചര്യങ്ങളും അവസ്ഥകളും നേരെയാകുമ്പോൾ സന്തോഷിക്കാമെന്ന് കരുതിയ സമയം കൈവിട്ടു പോകും. ആയതിനാൽ സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും നമ്മുടെ പക്കൽ എന്തുണ്ട് എന്ന് കണ്ടുകൊണ്ട് നാം മനഃപൂർവ്വം സന്തോഷിക്കാൻ തയ്യാറാണെങ്കിൽ ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. കഴിഞ്ഞ കാലങ്ങളിലെ ഓർമ്മകളോ വീഴ്ചകളോ നമ്മെ തളർത്താൻ നാം അനുവദിക്കരുത്. നാം അതിനെ അനുവദിച്ചു കൊടുത്താൽ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമാകും. നാം മനഃപൂർവ്വം സന്തോഷിക്കാൻ തയ്യാറാകാത്തിടത്തോളം കാലം ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയില്ല, നമുക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയത്തുമില്ല. ഫിലിപ്പിയിലെ സഭയോട് പൗലോസ് പറയുന്നു, നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നിടത്തോളം കാലം ഒരു ദൈവ പൈതലിന് എല്ലാറ്റിലും സന്തോഷം കണ്ടെത്താൻ കഴിയും. ഏത് സാഹചര്യത്തിലും സന്തോഷിക്കുവാൻ കഴിയും. ദുഃഖിക്കുവാനോ നിരാശപ്പെടുവാനോ 100 കാരണങ്ങൾ ഉണ്ടായിരിക്കാം. സന്തോഷിക്കാൻ ഒരു കാര്യം മാത്രമേ ഉള്ളായിരിക്കാം. ആ ഒരു കാര്യത്തെ മുറുകെ പിടിച്ച് മനഃപൂർവ്വം സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ സന്തോഷത്തിന്റെ അനുഭവം വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറും, നിരാശകൾ മാറും, നിങ്ങളുടെ വേദനകളും മാറും. നിങ്ങളുടെ ജീവിതത്തിൽ ആ സന്തോഷം വെളിപ്പെടും. കഴിഞ്ഞുപോയ കാലങ്ങളെ ഓർത്ത് നിരാശപ്പെടേണ്ടെന്നേ. വരുവാനിരിക്കുന്ന നല്ല നാളുകളെ കണ്ട് നമുക്കായി കരുതുന്ന കർത്താവിനോട് ചേർന്ന് കർത്താവിൽ നമ്മുടെ വിഷയങ്ങളെ കണ്ടുകൊണ്ട് നമ്മുടെ നല്ല നാളുകളെ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ മുന്നേറാം. കർത്താവിൻ്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു വരും. നമ്മുടെ ജീവിതം സന്തോഷത്താൽ നിറയപ്പെടും.